എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ബാക്ക് ടു നിയാൻസ്. വളരെ പെട്ടെന്ന് ഈസിയായിട്ട് വീശി അടിക്കാതെ തയ്യാറാക്കാൻ പറ്റുന്നൊരു പൊറോട്ടയുടെയും അതിൻ്റെ കൂടെ തന്നെ നല്ല അടിപൊളി ടേസ്റ്റിൽ തയ്യാറാക്കിയിട്ടുള്ളൊരു കറിയുടെയും റെസിപ്പിയാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത്. ആദ്യം പൊറോട്ടയ്ക്കുള്ള മാവ് കുഴച്ച് വെച്ചതിന് ശേഷം നമുക്ക് കറി തയ്യാറാക്കാം. അതിനുവേണ്ടി ഇതാ 1 കപ്പ് ചോറ് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കണം. അപ്പോൾ ഇത് നന്നായിട്ട് വെന്ത ചോറാണ്. അത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇവിടെ മാവ് കുഴയ്ക്കുന്നത് ഈ ചോറ് അരച്ചെടുത്തിട്ട് അതിലാണ് മാവ് കുഴച്ചെടുക്കുന്നത്. അപ്പോൾ മിക്സിയുടെ ജാറിലേക്ക് ചോറിട്ട് കൊടുത്തതിന് ശേഷം അതിലേക്ക് 1 കോഴിമുട്ടയും കൂടെ ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് 1/4 കപ്പ് വെള്ളമാണ്. അപ്പോൾ വെള്ളവും കൂടെ ഒഴിച്ച് കൊടുത്തതിന് ശേഷം ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. ഒട്ടും തരിയില്ലാതെ നന്നായിട്ട് പേസ്റ്റായിട്ടൊന്ന് അരച്ചെടുക്കാം. ഈ ഒരു രീതിയിൽ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. അരച്ചെടുത്ത ചോറ് ഒരു പാത്രത്തിലേക്ക് ആക്കി കൊടുക്കാം. ഞാനിവിടെ 2 കപ്പ് മാവാണ് പൊറോട്ടയ്ക്ക് വേണ്ടി എടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു പരുവത്തിൽ നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. ഇനി 250 ml കപ്പിൻ്റെ അളവിൽ 2 കപ്പ് മാവാണ്, മൈദയാണ് എടുത്തിരിക്കുന്നത്. ഇനി എടുത്ത് വെച്ചിരിക്കുന്ന മൈദ നമുക്കിതായി ചോറരച്ച മിക്സിലേക്ക് ഇട്ട് കൊടുക്കാം. മൈദ ഇട്ട് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം 1/4 ടീസ്പൂൺ അളവിൽ ബേക്കിംഗ് സോഡയും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ അരച്ച് വെച്ചിരിക്കുന്ന ചോറിലേക്ക് മൈദ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. സ്പൂൺ ഉപയോഗിച്ച് ഇതേപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം സ്പൂൺ മാറ്റിയിട്ട് നമുക്ക് കൈകൊണ്ട് നല്ലതുപോലെ ഒന്ന് കുഴച്ചെടുക്കാം. ചോറും മുട്ടയും ഒക്കെ ചേർത്തെടുക്കുന്നത് കൊണ്ട് തന്നെ പൊറോട്ടയ്ക്ക് നല്ല മയമാണ്. അപ്പോൾ ഈ ഒരു രീതിയിൽ നന്നായിട്ട് കൈ കൊണ്ടൊന്ന് കുഴച്ചെടുക്കാം. അപ്പോൾ നമ്മൾ എത്രത്തോളം കൈവച്ച് കുഴച്ച് നന്നായിട്ട് മാവ് മയപ്പെടുത്തി എടുക്കുന്നു അത്രത്തോളം പൊറോട്ട നല്ല സോഫ്റ്റായി കിട്ടും. അപ്പോൾ ഈ ഒരു രീതിയിൽ നന്നായിട്ട് കുഴച്ചെടുത്തതിന് ശേഷം ഇനി ഇത് കൗണ്ടർ ടോപ്പിലേക്ക് ഇട്ട് കൊടുത്ത് നല്ലതുപോലെ കൈ കൊണ്ടൊന്നുകൂടി ഒന്ന് കുഴച്ചെടുക്കണം. അപ്പോൾ നന്നായിട്ട് വൃത്തിയാക്കിയ കൗണ്ടർ ടോപ്പിലേക്ക് ഈ കുഴച്ച മാവ് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് എണ്ണ ഒന്ന് ആക്കി കൊടുക്കണം. അപ്പോൾ നമ്മൾ സൺഫ്ലവർ ഓയിലാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. ഇതേപോലെ എണ്ണ ഒഴിച്ച് കൊടുത്തതിന് ശേഷം വീണ്ടും കൈ കൊണ്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. ഈ ഒരു രീതിയിൽ ഒരു 2-3 മിനിറ്റോളം നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം. അപ്പം മാവ് എത്രത്തോളം നല്ലതുപോലെ കുഴച്ചെടുക്കുന്നു അത്രത്തോളം പൊറോട്ട സോഫ്റ്റായി കിട്ടും. ഈ ഒരു രീതിയിൽ നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഈ മാവ് മാറ്റി പാത്രത്തിലേക്ക് ആക്കി കൊടുക്കാം. ആക്കിയതിന് ശേഷം ഇതിനെ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ നമ്മൾ കറി തയ്യാറാക്കുന്ന അത്രയും സമയം ഇതിനെ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി മാറ്റി വയ്ക്കാം. അപ്പം വേറെ പാത്രത്തിലേക്ക് ആക്കിയതിന് ശേഷം നന്നായിട്ടൊന്ന് കവർ ചെയ്തെടുക്കണം. അല്ലെങ്കിൽ മാവ് പെട്ടെന്ന് ഡ്രൈ ആയിപ്പോവും. ഈ ഒരു രീതിയിൽ നന്നായിട്ട് കവർ ചെയ്തതിന് ശേഷം അത് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ഈ സമയത്ത് കറി തയ്യാറാക്കാം. അതിനുവേണ്ടി ഞാനവിടെ 1/2 കപ്പ് സോയയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ സോയ പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. അതിലേക്ക് ചൂടുവെള്ളം ഒഴിച്ച് കൊടുക്കണം. ചൂടുവെള്ളം ഒഴിച്ച് കൊടുത്തതിന് ശേഷം ഒരു 10 മിനിറ്റ് ഒന്ന് മാറ്റി വയ്ക്കാം. നന്നായിട്ടൊന്ന് കുതിർന്ന് കിട്ടണം. അപ്പോൾ സോയ വെള്ളത്തിൽ കിടന്ന് നന്നായിട്ട് കുതിർന്ന് വന്നിട്ടുണ്ട്. ഇനി ഇതേപോലെ നല്ലതുപോലെ കൈവച്ചൊന്ന് പ്രസ് ചെയ്ത് കൊടുത്തതിന് ശേഷം ആ വെള്ളമൊക്കെ ഒന്ന് മാറ്റിക്കളയണം. അപ്പോൾ ഈ ഒരു രീതിയിൽ സോയ നന്നായിട്ട് വെള്ളമൊക്കെ കളഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് 1 ടീസ്പൂൺ മുളക് പൊടിയും 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും 1/4 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ മസാലകൾ സോയയുടെ എല്ലാ ഭാഗത്തും ആകത്തക്ക രീതിയിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ മസാല കോട്ട് ചെയ്തെടുത്ത സോയ ഇതാ പാത്രത്തിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ട് ചൂടായി വരുമ്പോൾ അതിലേക്ക് ഇട്ട് കൊടുത്തൊന്ന് വറുത്തെടുക്കണം. ഇതേപോലെ ഇട്ട് കൊടുത്തതിന് ശേഷം നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇളക്കി കൊടുത്തതിന് ശേഷം ഫ്ലെയിം മീഡിയത്തിലാക്കി കൊടുത്തിട്ടൊന്ന് മൂടി വയ്ക്കാം. എണ്ണയിൽ കിടന്ന് ഇനി സോയ നന്നായിട്ടൊന്ന് ഫ്രൈ ആയി കിട്ടണം. അപ്പോൾ ഇതേപോലെ ഒന്ന് മൂടി വെച്ച് കൊടുക്കാം. 2 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം തുറന്നിട്ട് നന്നായിട്ടൊന്നുകൂടി ഒന്ന് ഇളക്കി കൊടുക്കണം. അപ്പോൾ സോയ പെട്ടെന്ന് തന്നെ ഫ്രൈ ആയി കിട്ടും. അപ്പോൾ ഇത് നമുക്ക് സോയ നന്നായിട്ട് ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട്. ഈ സമയത്ത് ഇതേപോലെ നന്നായിട്ടൊന്ന് ഇളക്കിയെടുത്തതിന് ശേഷം പാത്രത്തിൽ നിന്നും കോരി മാറ്റാം. ഫ്രൈ ചെയ്ത സോയ പാത്രത്തിൽ നിന്ന് കോരി മാറ്റിയതിന് ശേഷം അതേ പാത്രത്തിൽ തന്നെ നമുക്ക് കറി വെച്ചെടുക്കാം. കറി വയ്ക്കാനുള്ള പാത്രത്തിലേക്ക് സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുക്കാം. അതിലേക്ക് ഒരു 4-5 വെളുത്തുള്ളി തൊലി കളഞ്ഞ് ചെറുതായിട്ട് അരിഞ്ഞതിട്ട് കൊടുക്കാം. അത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം. വെളുത്തുള്ളി ഒന്ന് മൂത്ത് വരുന്ന സമയത്ത് ഒരു സവാള ഇതേപോലെ സ്ക്വയർ പീസസ് ആയിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതും കൂടി ഇട്ട് കൊടുക്കാം. അത് ഇട്ട് കൊടുത്ത് ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുക്കണം.
അപ്പോൾ ഇതെല്ലാം പെട്ടെന്ന് പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാനുള്ളതാണ്. അപ്പോൾ സവാള ഇട്ട് കൊടുത്ത് ഇങ്ങനെ ഒന്ന് വഴറ്റി കൊടുക്കാം. ഇനി ഇതിലേക്ക് ഇതാ ഒരു പച്ചമുളക്, അതും ചെറുതായിട്ട് അരിഞ്ഞതാണ്. അതും കൂടി ഇട്ട് കൊടുത്ത് ഒന്നുകൂടി ഒന്ന് വഴറ്റി കൊടുക്കണം. അപ്പം പച്ചമുളകും ഇട്ട് വഴറ്റിയതിന് ശേഷം ഇതിലേക്ക് ഇതാ ഒരു ചെറിയ പീസ് ക്യാപ്സിക്കത്തിൻ്റെ കഷ്ണങ്ങളാണ്. അതും സ്ക്വയർ പീസസ് ആയിട്ട് കട്ട് ചെയ്തതാണ്. അതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അതും ഒന്ന് വഴറ്റി കൊടുക്കണം. ഇത്രയും വഴറ്റിയതിന് ശേഷം ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ടൊമാറ്റോ സോസാണ്. ഒരു ടേബിൾ സ്പൂൺ, ഒരു 1 1/2 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസ് ചേർത്ത് കൊടുക്കാം. അതേ അളവിൽ തന്നെ സോയ സോസും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഈ സോസുകളൊക്കെ നന്നായിട്ടൊന്ന് ആ എണ്ണയിൽ കിടന്നൊന്ന് ചൂടായി കിട്ടണം. നന്നായിട്ടൊന്ന് ചൂടായി വരുന്ന സമയത്ത് കുറച്ച് കോൺഫ്ലവർ വെള്ളത്തിൽ കലക്കിയത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അത് ഒഴിച്ചു കൊടുത്തതിന് ശേഷം വീണ്ടും നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഇത് ഇളക്കി കൊടുക്കുന്ന സമയത്ത് തിക്കായി വരുന്നുണ്ടെങ്കിൽ കുറച്ച് ചൂടുവെള്ളം കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഗ്രേവിക്കനുസരിച്ച് വേണം ഇതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കാൻ. ഞാൻ കുറച്ച് വെള്ളം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. വെള്ളം ചേർത്ത് കൊടുത്ത് വീണ്ടും നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഈ ഒരു രീതിയിൽ നന്നായിട്ട് ഇളക്കി കൊടുക്കാം. അപ്പോൾ നമുക്ക് ഇളക്കുന്ന സമയത്ത് ഗ്രേവിയൊക്കെ നോക്കിയിട്ട് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതേപോലെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വറുത്ത് വെച്ചിരിക്കുന്ന സോയ ചേർത്ത് കൊടുക്കാം. ഈ സമയത്ത് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്തതിന് ശേഷം വറുത്ത് വെച്ചിരിക്കുന്ന സോയ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് 2 മുട്ട, കോഴിമുട്ടയാണ് പുഴുങ്ങി ചെറുതായിട്ട് അരിഞ്ഞെടുത്തതാണ്. അതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ മുട്ട പുഴുങ്ങിയതും ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്നുകൂടി ഒന്ന് ഇളക്കി കൊടുക്കാം. ഇതാ ഈ ഒരു രീതിയിൽ നന്നായിട്ട് ഇളക്കി കൊടുക്കാം. മുട്ടയും സോയയും എല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. അപ്പോൾ ആ ഗ്രേവി എല്ലാ ഭാഗത്തും ആകത്തക്ക രീതിയിൽ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. നല്ല സൂപ്പർ ടേസ്റ്റാണ്. സോയയും മുട്ടയും കൊണ്ട് ഈ ഒരു കറി ഇങ്ങനെയൊന്ന് ചെയ്ത് നോക്കും. അപ്പോൾ നമ്മുടെ പൊറോട്ടയുടെ കറി റെഡിയായി കഴിഞ്ഞു. നല്ല കിടിലൻ ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു രീതിയിൽ ഇങ്ങനെയൊന്ന് തയ്യാറാക്കി നോക്കൂ. അപ്പോൾ കറി റെഡിയായ സമയത്ത് പൊറോട്ടയുടെ മാവ് നന്നായിട്ട് സെറ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് പൊറോട്ട തയ്യാറാക്കിയെടുക്കാം. കവർ ചെയ്ത് വെച്ചിരുന്ന മാവ് അതിൻ്റെ കവറൊക്കെ ഒന്ന് ഇളക്കി കളയാം. അതിനുശേഷം നമുക്ക് മാവെടുത്ത് കൗണ്ടർ ടോപ്പിലേക്ക് വെച്ച് കൊടുക്കാം. ഇതാ കണ്ടില്ലേ, മാവ് കുറച്ചുകൂടി സോഫ്റ്റായി വന്നിട്ടുണ്ട്. അപ്പോൾ കൗണ്ടർ ടോപ്പിലേക്ക് വെച്ച് കൊടുത്തതിന് ശേഷം ഇതിൽ നിന്ന് നമുക്ക് ആവശ്യമുള്ള ഓരോ പൊറോട്ടയുടെ വലിപ്പത്തിനനുസരിച്ച് മാവ് ഡിവൈഡ് ചെയ്തെടുക്കാം. ഡിവൈഡ് ചെയ്തെടുത്തതിന് ശേഷം ഇതാ ഇതേപോലെ കുഞ്ഞു കുഞ്ഞു ബോൾസായിട്ട് അതിൽ നിന്ന് എടുക്കാം. എടുത്തതിന് ശേഷം കൗണ്ടർ ടോപ്പിലേക്ക് വെച്ച് കൊടുത്ത് പരത്തിയെടുക്കാം. ഇതിൽ നിന്ന് നമ്മൾ മാവ് മാറ്റുമ്പോൾ അത് വീണ്ടും പാത്രത്തിലേക്ക് ആക്കി കൊടുത്ത് കവർ ചെയ്ത് വെക്കണം. ഇല്ലെന്നുണ്ടെങ്കിൽ മാവ് ഡ്രൈ ആയി പോകും. ഇപ്പോൾ ഇത് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്ത മാവിൽ നിന്ന് നമുക്ക് കുറേശ്ശെയായിട്ട് എടുത്ത് പൊറോട്ട തയ്യാറാക്കാം. മാവ് പരത്താൻ സമയം കൗണ്ടർ ടോപ്പിലേക്ക് കുറച്ച് ഓയിലൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാം. ബ്രഷ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഓരോ ബോൾസാക്കി എടുത്ത് ഇതേപോലെ കൈ കൊണ്ടൊന്ന് പരത്തി കൊടുക്കാം. പരത്തി കൊടുക്കുമ്പോൾ തന്നെ അറിയാമല്ലോ മാവ് നന്നായിട്ട് സോഫ്റ്റായി വന്നിട്ടുണ്ട്. ഇനി ഇതേപോലെ ചപ്പാത്തി റോള് വെച്ച് ഒന്ന് പരത്തി കൊടുക്കാം. ഒട്ടും കനമില്ലാത്ത രീതിയിൽ നന്നായിട്ടൊന്ന് പരത്തി കൊടുക്കണം. ഈ ഒരു രീതിയിൽ നന്നായിട്ട് വലിപ്പം എത്രത്തോളം വലിപ്പത്തിൽ പരത്താമോ, കനം കുറച്ച് പരത്താമോ അത്രത്തോളം നന്നായിട്ട് പൊറോട്ട സോഫ്റ്റായി കിട്ടും. അപ്പോൾ ഈ ഒരു രീതിയിൽ നന്നായിട്ടൊന്ന് പരത്തി കൊടുക്കാം. പരത്തി കൊടുത്തതിന് ശേഷം ഇതേപോലെ ഒരു സൈഡിൽ നിന്ന് ഇങ്ങനെ ഒന്ന് ചുരുട്ടി കൊടുക്കാം. നമുക്ക് ഈസിയായിട്ട് തന്നെ ഇങ്ങനെ ചെയ്യാൻ പറ്റും. ഈ ഒരു രീതിയിൽ നന്നായിട്ടൊന്ന് ചുരുട്ടി കൊടുക്കാം. ചുരുട്ടുന്നതിൻ്റെ കൂട്ടത്തിൽ തന്നെ നന്നായിട്ടൊന്ന് വലിക്കുകയും കൂടെ വേണം. അപ്പം മാവ് നന്നായിട്ട് നീണ്ടു വരും. അപ്പോൾ ഈ ഒരു രീതിയിൽ നന്നായിട്ടൊന്ന് വലിച്ച് നീട്ടാം. ഇനി ഇതിനെ നമുക്ക് രണ്ടായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇതേപോലെ രണ്ടായിട്ട് മുറിച്ചതിന് ശേഷം ആ ഓരോ ഭാഗവും വീണ്ടും നന്നായിട്ട് ഒന്നുകൂടി ഒന്ന് വലിച്ച് നീട്ടാം. നന്നായിട്ട് വലിച്ചതിന് ശേഷം നമ്മൾ പൊറോട്ടയ്ക്ക് ചുരുട്ടുന്ന രീതിയിലൊന്ന് ചുരുട്ടിയെടുക്കാം. ഇതേപോലെ നന്നായിട്ട് കൈ വെച്ചൊന്ന് ചുരുട്ടി കൊടുക്കാം. ഇനി ഇത് ഇങ്ങനെ തയ്യാറാക്കുന്ന ഓരോന്നും പാത്രത്തിലേക്ക് വെച്ച് കൊടുത്ത് അതും കവർ ചെയ്ത് വെക്കണം. അതാ കണ്ടില്ലേ. ഇനി
ആ രണ്ടാമത്തെ ഭാഗം അതും കൂടി ഇതേപോലെ നന്നായിട്ടൊന്ന് വലിച്ച് നീട്ടാം. നീട്ടിയതിന് ശേഷം ഇതേപോലെ ഒന്ന് ചുരുട്ടി കൊടുക്കാം. അപ്പോൾ ഈ ഒരു രീതിയിൽ നമുക്ക് ആ മാവ് റെഡിയാക്കി വെച്ചിരിക്കുന്നതെല്ലാം ഇതേപോലെ ഒന്ന് ചുരുട്ടിയെടുക്കണം. ഈ ഒരു രീതിയിൽ എല്ലാം ഒന്ന് റെഡിയാക്കി വയ്ക്കാം. അപ്പോൾ ഇങ്ങനെ തയ്യാറാക്കുന്ന ഓരോന്നും പാത്രത്തിലേക്ക് വെച്ച് കൊടുത്തതിന് ശേഷം അതിനെ ഒന്ന് കവർ ചെയ്തെടുക്കണം. ഇതേപോലെ തയ്യാറാക്കി വയ്ക്കുന്ന ഓരോന്നും കവർ ചെയ്തെടുക്കണം. പിന്നീട് നമുക്ക് അതിൽ നിന്ന് ഓരോന്നും എടുത്ത് പരത്തി കൊടുത്താൽ മതിയാകും. അടുത്തതും ഇതേപോലെ ഒന്ന് പരത്തി കൊടുക്കാം. ഇത് നമ്മൾ ചപ്പാത്തി റോൾ വെച്ചല്ല, കൈ കൊണ്ട് തന്നെയാണ് പരത്തി കൊടുക്കുന്നത്. നന്നായിട്ട് എണ്ണ തേച്ച് കൊടുത്താൽ ഇതേപോലെ കൈ കൊണ്ട് തന്നെ പരത്തിയെടുക്കാൻ പറ്റും. ഒട്ടും കനമില്ലാത്ത രീതിയിൽ നന്നായിട്ടൊന്ന് പരത്തി കൊടുക്കാം. പരത്തി കൊടുത്തതിന് ശേഷം നേരത്തെ ചെയ്തതുപോലെ തന്നെ ഒരു സൈഡിൽ നിന്ന് ഇങ്ങനെയൊന്ന് നീളത്തിൽ ചുരുട്ടിയെടുക്കാം. ഇനി നേരത്തെ ചെയ്തതുപോലെ തന്നെ ചുരുട്ടിയതിന് ശേഷം പൊറോട്ടയ്ക്ക് റോൾ ചെയ്യുന്ന പോലെ റോൾ ചെയ്തെടുത്താൽ മതിയാകും. കനം കുറച്ച് വേണം ഇതേപോലെ ചുരുട്ടിയെടുക്കാൻ. ചുരുട്ടുന്ന സമയത്ത് തന്നെ നന്നായിട്ട് ഇതിനെ ഒന്ന് നീട്ടിയും കൂടെ കൊടുക്കണം. ഇതേപോലെ നന്നായിട്ടൊന്ന് വലിച്ച് നീട്ടി കൊടുക്കാം. ഇതേപോലെ പൊറോട്ടയ്ക്ക് ചുരുട്ടുന്ന രീതിയിൽ ഒന്ന് ചുരുട്ടിയെടുക്കാം. ഈ ഒരു രീതിയിൽ ഇതിനെയൊക്കെ ആക്കിയെടുക്കാം. ഇനി നമുക്ക് ഇതും ആ പാത്രത്തിലേക്ക് വെച്ച് കൊടുത്തതിന് ശേഷം കവർ ചെയ്തെടുക്കാം. ഇതെല്ലാം ഇങ്ങനെ തയ്യാറാക്കിയതിന് ശേഷം ഇനി ഓരോന്ന് നമുക്ക് എടുത്ത് പൊറോട്ട ഉണ്ടാക്കി എടുക്കാം. അപ്പോൾ ഇതേപോലെ ഓരോന്ന് എടുത്തതിന് ശേഷം കൗണ്ടർ ടോപ്പിലേക്ക് വെച്ച് കൊടുക്കാം. വെച്ച് കൊടുത്തതിന് ശേഷം ബാലൻസ് ഉള്ളത് ഇതേപോലെ തന്നെ കവർ ചെയ്ത് വെക്കണം. അപ്പോൾ അത് കവർ ചെയ്ത് മാറ്റിയതിന് ശേഷം ഓരോന്നും എടുത്തത് ഇതേപോലെ കൈ കൊണ്ടോ അല്ലെങ്കിൽ ചപ്പാത്തി റോൾ കൊണ്ടോ ഒന്ന് പരത്തിയെടുക്കാം. ഇതേപോലെ നമുക്ക് എത്രത്തോളം വലിപ്പം ആവശ്യമുണ്ടോ അത്രത്തോളം വലിപ്പത്തിൽ ഇതിനെ ഒന്ന് പരത്തിയെടുക്കാം. അപ്പോൾ നമ്മുടെ പൊറോട്ട റെഡിയായി കഴിഞ്ഞ് ഇനി നമുക്ക് തവയിലേക്ക് ഇട്ട് കൊടുത്ത് ചുട്ടെടുത്താൽ മതിയാകും. അപ്പോൾ നമ്മൾ ചുരുട്ടി വെച്ചിരിക്കുന്ന ഓരോന്നും ഇതേപോലെ കൗണ്ടർ ടോപ്പിലേക്ക് വെച്ച് കൊടുത്തതിന് ശേഷം ഒന്ന് പരത്തി കൊടുക്കാം. ഇതേപോലെ കൈകൊണ്ട് വേണമെങ്കിലും പരത്താം, ഇല്ലാന്നുണ്ടെങ്കിൽ ചപ്പാത്തി റോൾ ഉപയോഗിച്ചും പരത്തിയെടുക്കാം. ഇതെല്ലാം നമുക്ക് അങ്ങനെ ആക്കിയതിന് ശേഷം ഇത് ചുട്ടെടുക്കാം. നന്നായി ചൂടായി കിടക്കുന്ന തവയിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം മറിച്ചിട്ട് കൊടുക്കാം. ആ സമയത്ത് ഇതിലേക്ക് കുറച്ച് ഓയിലും കൂടി ഒന്ന് ആക്കി കൊടുക്കണം. അപ്പം ചുട്ടെടുക്കാനൊക്കെ സൺഫ്ലവർ ഓയിലാണ് നല്ലത്. ഈ ഒരു രീതിയിൽ തിരിച്ചും മറിച്ചും വിട്ട് നന്നായിട്ടൊന്ന് മൊരിയിച്ചെടുക്കണം. കണ്ടില്ലേ, ഇപ്പം അത് നന്നായിട്ട് പൊള്ളി വരുന്നുണ്ട്. അപ്പോൾ ഇതേപോലെ ഈ ഒരു രീതിയിൽ ഈ പൊറോട്ട തയ്യാറാക്കി എടുക്കാം. ഇടയ്ക്ക് കുറച്ച് എണ്ണയൊന്ന് ബ്രഷ് ചെയ്ത് കൊടുത്താൽ മതിയാകും. കണ്ടില്ലേ, പൊറോട്ട നന്നായിട്ട് പരുവായി വന്നിട്ടുണ്ട്. നന്നായിട്ട് മൂത്ത് വരുന്ന സമയത്ത് പാനിൽ നിന്നും എടുത്ത് മാറ്റാം. ഇനി ബാലൻസുള്ള ഓരോന്നും ഈ ഒരു രീതിയിൽ തന്നെ ചുട്ടെടുക്കാം. തവയിലേക്ക് ഇട്ട് കൊടുത്ത് ഒരു സൈഡ് നന്നായിട്ട് മൂത്ത് വരുന്ന സമയത്ത് തിരിച്ചിട്ട് കൊടുക്കാം. ഇടയ്ക്കിടയ്ക്ക് കുറച്ച് ഓയിലും കൂടി ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ നന്നായിട്ട് പൊള്ളി വരും. ഈ ഒരു രീതിയിൽ നമുക്ക് ആ പൊറോട്ടയെല്ലാം തയ്യാറാക്കിയെടുക്കാം. കണ്ടില്ലേ, ഒരു സൈഡിൽ നിന്നൊക്കെ നന്നായിട്ട് വീർത്ത് വരുന്നുണ്ട്. അപ്പോൾ ഒരുപാട് ബുദ്ധിമുട്ടൊന്നുമില്ലാതെ നമുക്ക് വീശി അടിക്കാതെയൊക്കെ ഈ ഒരു രീതിയിൽ പൊറോട്ട തയ്യാറാക്കിയെടുക്കാം. നമ്മുടെ ടേസ്റ്റൊക്കെ പൊറോട്ടയുടെ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന പൊറോട്ടയുടെ അതേ ടേസ്റ്റ് തന്നെയാണ്. ഇതേപോലെ കൗണ്ടർ ടോപ്പിലേക്ക് വെച്ച് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. അപ്പം ഇടയ്ക്കുള്ള ലെയറൊക്കെ നന്നായിട്ടൊന്ന് ഇളകി വരും. ഈ ഒരു രീതിയിൽ നന്നായിട്ട് രണ്ട് സൈഡിൽ നിന്നും അടിച്ചെടുക്കാം. കണ്ടില്ലേ, പൊറോട്ട നന്നായിട്ട് സെറ്റായി വന്നിട്ടുണ്ട്. എത്രത്തോളം സോഫ്റ്റ് ആണെന്ന് കണ്ടില്ലേ. നോക്കിക്കോളൂ, നന്നായിട്ട് ലെയറൊക്കെ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് പ്ലേറ്റിലേക്ക് ആക്കി കൊടുത്തതിന് ശേഷം കറിയും കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നല്ല കിടിലൻ ടേസ്റ്റാണ്. പൊറോട്ടയും ഈ കറിയും കൂടി ഇങ്ങനെയൊന്ന് തയ്യാറാക്കി നോക്കൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടമായ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കൂ. എന്തെങ്കിലുമൊക്കെ അഭിപ്രായങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യൂ. വീണ്ടും അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ബൈ ഫ്രം നിയാൻസ്. താങ്ക്സ് ഫോർ വാച്ചിങ്.